ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന അനവധി പ്രശ്നങ്ങളുണ്ട്. നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ തിന്മകളാണ് കുടുംബങ്ങളുടെ തകർച്ചയും ആത്മഹത്യകളും. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, ഒരു മനുഷ്യൻ അവനെ തന്നെ കൊല്ലുന്നതാണ് ആത്മഹത്യ. സ്വയം ജീവൻ എടുക്കുന്നതാണ് ആത്മഹത്യ. ആത്മഹത്യ ചെയ്യുവാൻ മനുഷ്യന് അവകാശമില്ല. ജീവന്റെ ഉടമസ്ഥൻ ദൈവമാണ്. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ യോബ് പറയുന്നത്, യഹോവ തന്നു, യഹോവ എടുത്തു എന്നാണ്. ജീവൻ തരുന്നതും ജീവൻ എടുക്കുന്നതും ദൈവമാണ്. ദൈവത്തിന് മാത്രമേ ജീവൻ എടുക്കുവാനുള്ള അവകാശമുള്ളൂ. സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് 31-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. അഥവാ നമ്മുടെ ആയുസ്സിനെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. മനുഷ്യൻ പ്രത്യേകതയുള്ളവനാണ്. മനുഷ്യൻ വിലയുള്ളവനാണ്. മനുഷ്യനെ വിലയുള്ളതാക്കുന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ്. സർവ്വലോകത്തെക്കാളും വിലയുള്ള ഒരാത്മാവിനെ ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ആ മനുഷ്യന് തന്നെ നശിപ്പിക്കുവാനുള്ള അവകാശമില്ല. മാത്രമല്ല, ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. ആ മന്ദിരത്തെ നശിപ്പിക്കുവാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. ആത്മഹത്യ പാപമാണ്. അത് ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. എന്നാൽ ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാരണങ്ങളുണ്ട്. മനുഷ്യൻ്റെ വർദ്ധിച്ചു വരുന്ന ജീവിതഭാരങ്ങൾ, കടഭാരങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ, പിടിച്ചു നിൽക്കുവാൻ കരുത്തില്ലാതെ വരുമ്പോൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളെല്ലാം മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ്. പലപ്പോഴും ആത്മഹത്യയെ നമ്മൾ അപലപിക്കുകയും ആത്മഹത്യ ചെയ്തവരെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഒരാളെ ആത്മഹത്യയിലേക്ക് വലിച്ചിഴയ്ക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ ആത്മഹത്യകൾ നടക്കുമ്പോൾ അതിൻ്റെ പിറകിൽ കാരണങ്ങളുണ്ട്. ഭർതൃഗ്രഹത്തിലെ പീഡനം മൂലം ആത്മഹത്യ ചെയ്യുന്ന യുവതികളുണ്ട്. ഭർത്താവിൻ്റെ വഴിവിട്ട ജീവിതം മൂലം ആത്മഹത്യ ചെയ്യുന്ന യുവതികളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആത്മഹത്യകൾ നടക്കുമ്പോൾ അതിന് സാഹചര്യം ഒരുക്കിയ ആളുകൾ ആരൊക്കെയാണ്, അതിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുകൂടെ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. എന്തെങ്കിലും കാരണം കൂടാതെ ആരും ആത്മഹത്യ ചെയ്യുകയില്ല. അതിൻ്റെ പുറകിലുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കണ്ടെത്തുകയും അതിനുള്ള പരിഹാരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യേണ്ടതും നമ്മുടെ ആവശ്യമാണ്. ക്രിസ്തീയ കുടുംബങ്ങളിലും ആത്മഹത്യ വർദ്ധിച്ചു വരുന്നത് ആപൽക്കരമായ കാര്യമാണ്. ശുശ്രൂഷക കുടുംബങ്ങളിൽ പോലും ആത്മഹത്യ നടക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാന കടപ്പാട് അവൻ്റെ കുടുംബത്തോടാണ്. കുടുംബത്തിലെ കടപ്പാടുകൾ നിർവഹിക്കാതെ സമൂഹത്തെ നന്നാക്കാൻ ഒരാൾ ഇറങ്ങുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ജീവിതം അടുക്കുമ്പോഴാണ് മനുഷ്യൻ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ജീവിതം മടുത്തു എന്ന് പറയുന്ന പല ആളുകളുണ്ട്. ജ്ഞാനികളിൽ ജ്ഞാനിയും ലോകത്തിലെ സകലവിധ സുഖങ്ങളും അനുഭവിച്ച മനുഷ്യനുമാണ് ശലോമോൻ രാജാവ്. ശലോമോൻ രാജാവ് തന്നെ സഭാപ്രസംഗം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ജീവനെ വെറുത്തുവെന്ന്. ശലോമോൻ ജീവനെ വെറുത്ത സന്ദർഭമുണ്ട്. ഏലിയാവ് ജീവനെ വെറുത്ത് മരിക്കാൻ ഇച്ഛിച്ച് ഒരു ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ മതി കർത്താവേ, എൻ്റെ ജീവനെ എടുത്തുകൊള്ളുക. ജീവിക്കാനുള്ള ആശ നഷ്ടപ്പെട്ട അവസരമുണ്ടായിട്ടുണ്ട്. യോനാ പ്രവാചകൻ ഒരു ദിവസം പറഞ്ഞു, മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു എന്ന് പറയുന്നു. അതോ അവരെല്ലാം ജീവൻ ഒരു സന്ദർഭത്തിൽ ജീവിതത്തെക്കുറിച്ച് നിരാശയുണ്ടായി, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച ആളുകളാണെങ്കിലും അവരാരും ആത്മഹത്യ ചെയ്തില്ല. അവരാത്മഹത്യ ചെയ്യാഞ്ഞതിൻ്റെ കാരണം ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവുമാണ്. ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ ഒരു കാരാഗ്രഹ പ്രമാണി ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ചിത്രം അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ പൗലോസ് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന ഈ മനുഷ്യനോട് പറയുന്നത്, നിനക്ക് തന്നെ നീ യാതൊരു ദോഷവും ചെയ്യരുതെന്നാണ്. അത് ആത്മഹത്യ എന്ന് പറയുന്നത്
ഒരുവൻ തന്നോട് തന്നെ ചെയ്യുന്ന ദോഷമാണ്. ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമല്ല, മറിച്ച് ആത്മഹത്യ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ആത്മഹത്യ കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല. പ്രശ്നങ്ങൾ പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാതെ നിന്ന് ഒളിച്ചോടുവാൻ വേണ്ടിയാണ് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ കേട്ട് ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ വെച്ച് ആ മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 34-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ചതിൽ അവർ വീടടങ്കം ആനന്ദിച്ചുവെന്നാണ്. ദൈവവചനം അവരെ കേട്ടില്ലായിരുന്നെങ്കിൽ അതൊരു വിലാപ വീടായിട്ട് മാറുമായിരുന്നു. വലിയ വിലാപ വീടായിട്ട് മാറേണ്ടിയിരുന്നൊരു വീടാണ് ആനന്ദത്തിൻ്റെ വീടായിട്ട് മാറിയത്. വീടടങ്കം ദുഃഖത്തിൽ ആഴ്ന്നു പോകേണ്ട സന്ദർഭത്തിൽ വീടടങ്കം ആനന്ദിക്കുന്ന ഒരു സന്ദർഭമായിട്ടത് മാറിയത് പൗലോസ് അവരുമായിട്ട് സുവിശേഷം പങ്കുവെച്ചതുകൊണ്ടാണ്. അഥവാ സുവിശേഷമാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നൽകുന്നത്. ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിത പ്രശ്നങ്ങൾ കർത്താവുമായി പ്രാർത്ഥനയിലൂടെ പങ്കുവയ്ക്കുക. ആത്മഹത്യയുടെ സാഹചര്യങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നാം സൃഷ്ടിക്കാതിരിക്കുക. നമ്മുടെ എന്തെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനയുളവായി ഒരാൾ ആത്മഹത്യ ചെയ്യുവാൻ ഇടയായി തീർന്നാൽ അതിൽ ആത്മഹത്യ ചെയ്യുന്നയാൾ മാത്രമല്ല കുറ്റക്കാർ, നാമും അതിൽ പങ്കാളികളാണ് എന്നുള്ള ബോധം സമൂഹത്തിൽ വളർത്തിയെടുക്കേണ്ടതും ആവശ്യമാണ്. ഈ വലിയ സാമൂഹ്യ തിന്മയിൽ നിന്നും ദൈവം നമ്മെ രക്ഷിക്കട്ടെ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു.